ചെന്താമര രക്ഷപ്പെട്ട വഴികളിലൂടെയാണ് ഇപ്പോൾ പോലീസിന്റെ യാത്ര എന്ന് പറയുന്നത്. ആ പ്രതിയും ഒന്നിച്ച് അയാൾ ആ ക്രൂരകൃത്യങ്ങൾ, താൻ ചെയ്ത ക്രൂരകൃത്യം പോലീസിനോട് വിശദീകരിക്കുന്നു. അതിനുശേഷം പോത്തുണ്ടിയിലെ മലമുകളിലേക്ക് ഓടിക്കയറിയതിനെ കുറിച്ചുള്ള വഴികൾ പോലീസിന് കാണിച്ചു കൊടുക്കുകയാണ്. പാടവരമ്പത്തൂടെ കുറ്റിച്ചെടികൾക്കിടയിലൂടെ ആ മലമുകളിലേക്ക് പ്രതി ഓടിക്കയറുകയായിരുന്നു ഒളിയിടത്തിനായി. പിന്നീട് 36 മണിക്കൂറോളം അയാൾ അവിടെ ഒളിവിൽ കഴിഞ്ഞു. പിന്നീട് പോലീസിന്റെ വലയിൽ വീഴുകയായിരുന്നു. അന്ന് കടന്നുപോയ വഴികൾ, ഈ വഴികളിലൂടെയാണ് ചെന്താമര കടന്നുപോയത്. അത് കാണിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ മറ്റൊരു വീടിന്റെ പരിസരത്തെത്തിയിരിക്കുകയാണ്. സച്ചിൻ കൂടി ചേരുകയാണ്. സച്ചിൻ, ഇപ്പോൾ ഒരു വീടിന്റെ പരിസരത്തേക്ക് എത്തിയിരിക്കുന്നു. ഇതെവിടെയാണ്? അതെ അതെ, നന്നായി സഹകരിച്ചു. പ്രതി സഹകരിച്ചു, നാട്ടുകാർ സഹകരിച്ചു, ചാനലുകാർ സഹകരിച്ചു, എല്ലാവരും സഹകരിച്ചു. ഞങ്ങൾ അതെ 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 ഞങ്ങൾ ആലത്തൂർ സ്റ്റേഷനിലേക്ക്. ഞാനൊന്നുമില്ല, ഞങ്ങളുടെ അയാളെ വണ്ടി കേട്ടണേ. ഞാൻ കൂടുതലൊന്നും സംസാരിക്കാനില്ല. 2 ദിവസത്തെ കസ്റ്റഡി ഇന്ന് ഉച്ചയ്ക്ക് 12 മണി മുതൽ നാളെ വൈകുന്നേരം 3 മണി വരെയൊക്കെയാണ് ബഹുമാനപ്പെട്ട കോടതി ഞങ്ങളുടെ കസ്റ്റഡിയിൽ തന്നത്. അപ്പോൾ നമുക്കത് ഈ സീനൊന്ന് റീക്രിയേറ്റ് ചെയ്യണം. ഇയാൾ സുധാകരനെ കാണുന്നതും അതിനുശേഷം ഉണ്ടായിരുന്ന ഇൻസിഡൻറ്റുകൾ, അതിനുശേഷം അയാൾ വീട്ടിലേക്ക് വരുന്നതും തിരിച്ചു പോകുന്നതും സിമ്മും മൊബൈലും ഉപേക്ഷിച്ച സ്ഥലവും, അങ്ങനെ കുറേ കാര്യങ്ങൾ, പിന്നെ മലയിലേക്ക് രക്ഷപ്പെട്ടതും, പിന്നെ ആയുധങ്ങൾ ഒളിപ്പിച്ച് വെച്ച സ്ഥലവും, അതൊന്ന് റീക്രിയേറ്റ് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ സിവിലിയൻസ് കുറേ സാക്ഷികളുണ്ടായിരുന്നു, അവരെ ഉൾപ്പെടെ കൊണ്ടുവന്നിട്ട് അതൊന്ന് തെളിവെടുപ്പ് നടത്തി. ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞു. അത് ഞങ്ങൾ പിന്നെ തരയും. ഇന്നില്ല, ഞാൻ ശാസ്ത്രീയ തെളിവുകൾ എല്ലാം എടുത്തിട്ടുണ്ട്. ഇന്നും അതായിരുന്നു. ഇന്ന് പോകുന്നില്ല. പുതിയ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം പഴയ തന്നെ. അയാൾ നിങ്ങൾ നേരിട്ട് കണ്ടതല്ല, അയാളുടെ അവസ്ഥ, അയാൾ സംസാരിച്ച് എങ്ങനെയാണ് നിങ്ങൾ കണ്ടാൽ ഇത് തന്നെയാണ്. അതെ അതെ അതെ, ശരി, ഇപ്പോൾ കാണിച്ചു തന്നു. ശരി, തീർച്ചയായും മനു, ഇപ്പോൾ ആലത്തൂർ DYSP ആണ് നമ്മളോട് കാര്യങ്ങൾ വിശദീകരിച്ചത്. ഇന്നത്തെ തെളിവെടുപ്പ് പൂർത്തീകരിച്ചിരിക്കുകയാണ്. കൃത്യമായ രീതിയിൽ തന്നെയാണ് തെളിവെടുപ്പ് ഇപ്പോൾ പുരോഗമിച്ചിരിക്കുന്നത്. അതായത് പ്രതി സഞ്ചരിച്ച വഴികളെക്കുറിച്ചും അതേപോലെ തന്നെ ഒളിവിൽ കഴിഞ്ഞ ആ മലനിരകളൊക്കെയാണ് ഇപ്പോൾ കാണിച്ചു തന്നത് എന്ന കാര്യമാണ് ആലത്തൂർ DYSP വ്യക്തമാക്കിയിട്ടുള്ളത്. കൃത്യമായ രീതിയിൽ ഇന്ന് 12:30 പോലീസ് സംഘം പ്രതിയുമായി പോത്തുണ്ടിയിൽ കൊലപാതകം നടന്ന സുകുമാരൻ്റെയും ലക്ഷ്മിയുടെയും കൊലപാതകം നടന്ന ഭാഗത്തും അതേപോലെ തന്നെ ചെന്താമരയുടെ വീട്ടിലും എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. അതിനുശേഷമാണ് ചെന്താമര രക്ഷപ്പെട്ട വഴികളിലൂടെ പോലീസ് സഞ്ചരിച്ചത്. വീടിന് പുറകുവശത്തുള്ള മുള്ളുവേലി ചാടിക്കടന്നുകൊണ്ട് വീടിന് പുറകുവശത്തുള്ള കുറ്റിക്കാട്ടിലൂടെ പാടത്തേക്ക് ഇറങ്ങി അവിടെ നിന്നും പാടത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ് സമീപത്തെ വീടിന് തൊട്ടടുത്ത പ്രദേശത്ത് തന്നെയുള്ള പോത്തുണ്ടി മലനിരകളിലേക്ക് പോയത്. പോലീസ് സംഘം വ്യക്തമാക്കിയിട്ടുള്ളത് വലിയ ഒരു വന്യമൃഗ ശല്യമുള്ള മേഖലയാണ്. ആനകളടക്കം ഇവർ പരിശോധനയ്ക്ക് പോയ സമയത്ത് ആ മേഖലയിൽ കണ്ടിരുന്നു എന്ന കാര്യവും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെയുള്ള പാറപ്പൊത്തുകൾക്കുള്ളിലാണ് കഴിഞ്ഞത് എന്നാണ് ചെന്താമര മൊഴി നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഇന്നത്തെ തെളിവെടുപ്പ് പൂർത്തീകരിച്ചിരിക്കുകയാണ് മനു. തീർച്ചയായും ഇനിയിപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. 2 ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസിന്റെ മുൻപിലുള്ളത്. ഇപ്പോൾ DYSP പറഞ്ഞതുപോലെ ആ സംഭവം അവർ റിക്രിയേറ്റ് ചെയ്യുകയായിരുന്നു. എങ്ങനെയാണ് ഈ സുധാകരനെ കാണുന്നത് മുതൽ കൊലപാതകം നടത്തിയ സംഭവം, അതിനുശേഷം ആയുധം ഒളിപ്പിച്ചത്, അയാൾ ഒളിവിലേക്ക് പോയ വഴികൾ, ഈ മൊബൈൽ ഫോണും സിമ്മും അടക്കമുള്ള കാര്യങ്ങൾ ഉപേക്ഷിച്ച ഇടങ്ങൾ, ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പ്രതി ചെയ്തത് ചോദിച്ച് മനസ്സിലാക്കി ആ സംഭവം റീക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയായിരുന്നു ഈ പോയ അരമണിക്കൂറിൽ നമ്മൾ കണ്ടതല്ലേ? തീർച്ചയായും മനു, അതുതന്നെയാണ്. കാരണം പ്രതി വീടിന് മുന്നിൽ വെച്ചാണ് സുധാകരനെ വെട്ടിക്കൊല്ലുന്നത്. സുധാകരൻ വീട്ടിൽ നിന്നും പുറത്തേക്ക് സ്കൂട്ടറിൽ ഇറങ്ങിയ സമയത്താണ് പ്രതി സുധാകരനെ വെട്ടിക്കൊല്ലപ്പെടുത്തിയത്. സുധാകരനെ വെട്ടിക്കൊല്ലപ്പെടുത്തിയ ആ സമയത്താണ് അമ്മ ഓടി വരുന്നത്. അമ്മയെയും സുധാകരൻ്റെ അമ്മ ലക്ഷ്മിയെയും വീട്ടിന് മുൻപിലുള്ള വഴിയിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം ആയുധങ്ങൾ ചെന്താമരയുടെ വീട്ടിനുള്ളിൽ വെച്ചതിന് ശേഷമാണ് വീടിന് പുറകുവശത്തുള്ള വേലി ചാടിക്കടന്നുകൊണ്ട് സമീപത്തെ കുറ്റിക്കാട്ടിലൂടെ ഓടി രക്ഷപ്പെട്ടത്. അത് പാടവരമ്പത്തിലെത്തിയ പ്രതി സമീപത്തെ പോത്തുണ്ടി മലനിരകളിലേക്കാണ് ഓടി രക്ഷപ്പെട്ടത് എന്നാണ് ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. ആ വഴികളിലൂടെയാണ് പോലീസ് ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തീകരിച്ചിട്ടുള്ളത്. കൃത്യമായ രീതിയിൽ പഴുതടച്ച ഒരു തെളിവെടുപ്പ് തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. കാരണം കൃത്യമായി എല്ലാം ചിത്രീകരിച്ചുകൊണ്ട് ഡ്രോൺ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള പഴുതടച്ച ഒരു തെളിവെടുപ്പ് തന്നെയാണ് പുരോഗമിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ശാസ്ത്രീയമായ തെളിവുകളും മറ്റ് കാര്യങ്ങളൊക്കെ പോലീസ്
പോലീസ് അടുത്ത മണിക്കൂറുകളിൽ ഉള്ളിൽ തന്നെ ആലത്തൂർ സ്റ്റേഷനിലെത്തിച്ച് അവിടെ വിശദമായ ചോദ്യം ചെയ്യലും ഉണ്ടാകും. കൃത്യമായി ശരി, ഇനി അതാണ് പോലീസിന് മുൻപിലുള്ള മറ്റു യാതൊരു പ്രധാനപ്പെട്ട കടമ. ഇയാളെ കൂസലുമില്ലാതെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്, മൊഴികളിൽ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. തെളിവെടുപ്പ് ഇന്നത്തെ പൂർത്തിയായിരിക്കുന്നു. തിരികെ സ്റ്റേഷനിലേക്ക് ആലത്തൂരിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. വിവരങ്ങളാണ് സച്ചിൻ തത്സമയം നൽകിയത്.